பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ചാമ്പ്യൻസ് അല്ലായിരുന്നു അർജന്റീന. ചാമ്പ്യൻസ് അർജന്റീന ഫസ്റ്റ് റണ്ണർ ആരുടെ ആയിരുന്നു കഴിഞ്ഞ വട്ടത്തെ ഫൈനല്? ഫ്രാൻസിന്റെ കൂടെ തന്നെ ആയിരുന്നല്ലേ? അല്ലെ നീ കഴിഞ്ഞ വർഷത്തെ ഫൈനൽസ് ഒന്ന് കണ്ടു നോക്കണം. നീ ഫുള്ള് ഫുള്ള് ഹൈലൈറ്റ്സ് അല്ലാതെ ഫുള്ള് ഇരുന്ന് കണ്ടത് ആണല്ലേ? അപ്പൊ ഗൈസ് റീടർഫ് ആണ് ഇത്. വണ്ടി ഓടുന്നുണ്ടല്ലോ. ഇത് റീടർഫ് ആണ്. നമുക്ക് ഓൾറെഡി പുതിയ വണ്ടി എടുത്തതാ. മൂബിക്കട വന്നിട്ട് പുതിയ വണ്ടി എടുത്താ. നമ്മുടെ ഈ ടർഫ് ഇന്നലെ സോൺ ഔട്ടിൽ നിന്ന് വെടി വന്നതായിട്ടുള്ള അലിഗേഷൻ വന്നു. ഫേക്ക് ന്യൂസ് ആണോ അറിഞ്ഞൂടാ. മൂബി ഉണ്ട്, ആശ കേറിയില്ലടാ. അവര് ഡിഫൻസിലോട്ട് ക്ലിക്ക് ചെയ്ത വണ്ടി ഇട്ടിട്ട് ഓടി. ആശ കേറിയില്ലേ? ഇല്ല അതിന് പകരം എനിക്കൊന്ന് സാവേജിന് പകരം സ്റ്റാലിൻ എന്തോ പറയും തോന്നുന്നു. ആണോ? പിന്നെ ഓക്സി കേറി. ആശൻ തന്നെ ടർഫിൽ ഇടണമെന്ന് പറഞ്ഞ അവനെ ഇട്ടപ്പോ അവന് കറണ്ടും പോയി. അല്ലല്ല എല്ലാ വണ്ടിയും മറ്റേ പുകയുന്നു. KP നല്ല കളിയാണ്. ആ KP അത്യാവശ്യം കളിക്കൂടാ, നന്നായിട്ട് കളിക്കാൻ അല്ല രണ്ട് വണ്ടി സ്പോൺ ആയത് പുകയുന്ന. എടാ ഈ EVXന്റെ ഹാക്ക് പൊക്കിയത് KVPക്ക് അഗൈൻസ്റ്റ് ഉള്ള കളിയിലല്ലായിരുന്നോ? അല്ല അതായിരുന്നു TDS TPA ആയിരുന്നല്ലേ? തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ സത്യം പറയാം കഴിച്ച, അന്ന് അവന്മാരെ ഐറ്റം വിട്ട് കളിച്ചില്ലായിരുന്നെങ്കിൽ TPA ആ ടർഫ് ജയിച്ചേനെ. കിടിലുമായിട്ട് കളിച്ചായിരുന്നു TPA. സത്യം പറയാലോ, അടിപൊളിയായിട്ട് കളി. ഞാൻ ആ ടർഫ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ ടർഫ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. TPA നല്ല കിടിലുമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന് EVXലെ മൊത്തം അവന്മാരെ എടുത്തിട്ട് അടിച്ചത്. അത് അന്നാണ് കളി കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പം അണ്ണന്മാരെ ഐറ്റം ഓണാക്കി അവിടെ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ടാങ്ക് കാലിയാക്കിട്ട് വേറെ അടിക്കാൻ പറ്റുമല്ലോ. അവര് ഡ്രാഗ് ചെയ്യണം. അത് വെച്ച ഫ്ലഡ് അല്ലേ പെട്രോൾ പമ്പ് വേറെ അടിക്കാൻ പറ. ഈ വണ്ടിക്ക് പ്രശ്നമില്ലല്ലോ. നൈസ് കളിയായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ച് കണ്ടു നോക്കുക. നോക്കിയാൽ മതി. പോകുന്നുണ്ട്. എങ്ങോട്ട്? 4 പേര് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ഒരു വണ്ടി ഓണാണ്. TPA ബെല്ലാരിലെ പ്ലേയേഴ്സ് ആണോ TPA കളിക്കുന്നത്? അല്ല, നന്നായിട്ട് കളിച്ചോ. നന്നായിട്ട് കളിച്ചു. അതിപ്പോ ആരാണേലും കളിച്ച് നന്നായിട്ട് കളിച്ചോണ്ടാ പറഞ്ഞു. മിക്കാലിന്റെ വണ്ടിക്ക് നേരെയാണ് ഫാറിങ് വരുന്നത്. എടാ നിങ്ങളെ ഡ്രാഗ് ചെയ്യണോ? ടർഫ് പോയോ? ഇല്ലല്ലോ. പോയോ? ആരടിച്ചെടുത്തേ? TJ അടിച്ചെടുത്തോ? വണ്ടിക്കകത്താ. വണ്ടിയെന്ന് ഇറങ്ങാൻ പറ. TJ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ടാ? നീല വണ്ടിയെന്ന് ഇറങ്ങി നിക്ക്. ഞാൻ കണ്ടില്ല ടർഫ്. ഇന്നായിരുന്നു ടർഫ്? അതോ ഇന്നലെയോ? നമ്മുടെ തൊട്ട് പിന്നെ ഇന്നായിരുന്നല്ലേ? ഓക്കെ. സോണം വണ്ടി ഓഫായോ? പുതിയ എടുത്ത വണ്ടി ഓഫായി. നീ ഫിക്സ് ചെയ്തിട്ട് റെഡി ആയി നോക്കിയാ കേട്ടോ? ഇല്ല റെഡി ആവുന്നില്ല. ആ പെട്രോൾ പമ്പ് പോയിട്ട് ഫ്യൂല് മാറ്റിയടിച്ചാ മതി. കൂട്ടിയിട്ട് ഇതൊരു മണ്ടന്മാരൊക്കെ ആയി കാണിക്കുന്നത്. ഇവന്മാർ എന്തോ ഇത് ബോധമില്ലേ? ടർഫ് തുടങ്ങുന്നതിന് മുന്നേ സമയമില്ലാത്ത സമയത്ത് എന്താ പ്രശ്നം? എന്താ പുതിയ വണ്ടി എനിക്ക് തോന്നുന്നു സ്പോൺ ആക്കുന്ന വണ്ടി പുകഞ്ഞതായിട്ട് പറഞ്ഞത്. അത് നോക്കി പഠിച്ചോണ്ട് ഫ്യൂല് മാറ്റി. ഇത് കേക്കുന്നേ? ഫോൺ നോക്കുന്ന ആരാ? റെഡിയാക്കിയോ? അല്ല, റീല് കാണും അവനോരുന്ന്. അതല്ല, ഇറ്റാച്ചിന്റെ വണ്ടി റെഡിയാക്കിയോ? അവള് എങ്ങോട്ട്? മൈക്കിൽ കൂടെ അത് ബൂസ്റ്റ് ആയിട്ട് നമ്മുടെ ചെവി തുളഞ്ഞു പോണ്. അവനെ തിരിച്ച് ഡ്രാഗ് ഞാൻ ഓഫ് ചെയ്തല്ലോ. വലിച്ചിട്ട് ആ വണ്ടി എടുത്തു കഴിഞ്ഞാ പറ. ആ വണ്ടി എടുത്തു കഴിഞ്ഞോ? പോയോട്ടെ. ഞാൻ GRV അടിച്ചേ. നമ്മളെയും കൂടെ അടിക്കാനുള്ളൂ. അതോടനെ അടിക്കുമെന്നാണ് പറച്ചിൽ. അത് ഡ്രാഗ് ചെയ്തിട്ടോ? അവരടിക്കട്ടെ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. അവരടിക്കട്ടെ, നമ്മളെ അടിക്കട്ടെ. അടിക്കുമ്പോഴെല്ലാം ഒരു കോമ്പറ്റീഷനൊക്കെ വരുള്ളൂ.
പിന്നെ വേറെ കാര്യമുണ്ട്, ഇൻ കേസ് ഇനി അവരെ അടിച്ചു തുടങ്ങിയാൽ പോലും ഇനി നമ്മളെ അടിച്ചു തുടങ്ങിയാൽ പോലും നമ്മുടെ അടുത്തോട്ടുള്ള കണക്കിൽ മാച്ച് ആവണമെങ്കിൽ തന്നെ ഇവിടുത്തെ 3 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് നോക്കിയാൽ തന്നെ അവന്മാരൊരു 4 മാസം നമ്മളെ കണ്ടിന്യൂസ് അടിക്കണം, എന്നാലേ കണക്കിൽ പോലും മാച്ച് ആവുള്ളൂ. മനസ്സിലായോ? അതും കുഴപ്പമില്ല, അടിക്കട്ടെ. അടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. നെറ്റ് തീർന്നു. എടുത്തു നീല് എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ടി വി റോളിട്ടുണ്ട്, അവരുടെ വണ്ടി പോയി അല്ല ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ടർഫ് ചെയ്യട്ടെ. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്. ഡീസൽ 18 ഒന്നല്ല തോന്നുന്നു, 14 എന്തോ നമ്മളെ മൊത്തം 13-14 വാറുണ്ടെന്ന് തോന്നുന്നു അവരായിട്ട് മൊത്തം. ഇനി എന്തുവാ മോബി റിയലി ഇംപ്രൂവ്ഡ്. എനിക്കറിയാം, ഞാൻ കാണാറുണ്ട്, ഞാൻ എല്ലാവരും പി പി സിറ്റുവേഷൻസ് കാണാറുണ്ട് ബ്രോ. ഞാൻ ഗ്യാങ്ങിന്റെ ഇത് വെച്ച് റൈവലൊക്കെ എന്റെ ആർപ്പിക്കകത്ത് കയറുമ്പോൾ എനിക്ക് എന്റെ ഗ്യാങ് ആണ് വലുത്. മനസ്സിലായോ? അത് ഞാൻ എപ്പോഴും പറയാം. പക്ഷെ വെളിയിൽ നിന്ന് കാണുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ഗ്യാങ് സിറ്റുവേഷനുകൾ കാണാറുണ്ട്. അപ്പൊ അവര് കുറച്ചധികം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ കോൾസ് ആണെങ്കിലും എല്ലാം വണ്ടി എടുത്തത് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കളിക്കുന്നത് 16 മൊത്തം 16. ഓക്കെ അവര് ഗാരേജ് കാണത്തില്ല. അത് ഈസി വേഴ്സസ് Z30 അത് ഞാൻ കണ്ടില്ല ഏട്ടാ. ഈസി വേഴ്സസ് Z30 ഞാൻ ഇവിടെ ആയിരുന്നു, അവന്മാരുടെ കൂടെ അല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. വന്നിട്ട് ഇന്ന് കാണുന്നു. സാധാ ടി വി ആയിരിക്കണം. വണ്ണടിച്ചു കൊടുക്ക്. വണ്ണടിച്ചു കൊടുത്തോ? അടിച്ചു കൊടുത്തോ? ഞാൻ എടുത്തു. ഒരു മിനിറ്റ്. എന്റെ വണ്ടി കയറിയോ? ഈസി പ്ലക്കല്ലേ അവന്മാരെ Z30? എന്തൊക്കെയാ നിവന്മാര് കാണിക്കുന്നത്? ഓക്കെ, ഇവിടെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയിൽ അവര് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സോൺ ഷിഫ്റ്റ് ഇപ്പൊ നല്ല കളിയാണ്. എനിക്കറിയാം എല്ലാ പ്ലേസിനെല്ലാം എനിക്കറിയാം. ഞാൻ അവരുടെ അടുത്ത് ഇവിടെ സംസാരിച്ചായിരുന്നു ഗ്യാങ് ആവുന്നതിന് മുമ്പ്. ബിൽഡിങ്ങിലുണ്ട്. നമ്മളോട് ഇതിനു മുമ്പ് ടിവിയിലെ കുറച്ച് പ്ലേയേഴ്സ് ആയിട്ട് അവിടുത്തെ പ്ലേയേഴ്സിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം സോർട്ട് ചെയ്ത് വോൾട്ടിനോട് നമ്മൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, സിറ്റിയിൽ ഫ്രണ്ട്ലി ഗ്യാങ് ആവാൻ നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ സിറ്റുവേഷൻസ് എടുക്കണം, ഫൈറ്റ് എടുക്കണം, നമുക്ക് എന്ത് വേണേൽ പറയാം. പക്ഷേ ഓസിയിലിരുന്ന് പ്രത്യേകിച്ച് തമിഴ് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരിരുന്ന് ഇങ്ങനെ അവരാധിക്കുന്നത് വേറെ ഒരു ലെവലിലോട്ട് പോകും. അതുകൊണ്ട് ആ സാധനം മാത്രം ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം സോൾവ് ആക്കിയിട്ട് നമ്മുടെ സൈഡിൽ ടിവിയുടെ സൈഡിൽ നിന്നുള്ള സിറ്റുവേഷനിൽ പെർമനന്റ് ബാൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഈസിയിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെയും പെർമനന്റ് ബാൻ നമ്മളിവിടെ നിന്ന് മാറ്റി കൊടുത്തു. പിന്നെ ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, OC-യിലിരുന്ന് എക്സ്ട്രീം അപരാധം പറയരുത്, തെറിവിളി ആവരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കാം, നമ്മളെ പറയാം, സിറ്റിക്കകത്ത് എന്ത് വേണേൽ പറയാം, ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മ്യൂച്വലി പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ആ ഗ്യാങ് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാം സംസാരിച്ച് ഇതാക്കിയത്. കാരണം അവർക്ക് ഇവിടെ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു. പക്ഷേ ഇവരുടെ കുറച്ച് പ്ലേയേഴ്സിന് ഇവിടെ പെർമനന്റ് ബാൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അത് നമ്മൾ മാറ്റി കൊടുത്ത്, പിന്നെ ബാനും എല്ലാം മാറ്റി നമ്മുടെ സൈഡിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. അല്ലാതെ എല്ലാരും ഫ്രണ്ട്ലി ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ സിറ്റി കളിക്കാൻ എന്ത് രസം. കുറച്ച് അടിയും വഴക്കും ഇതൊക്കെ വേണ്ടേ? വോൾട്ടി മറ്റേ ഗെയിം ഡെവലപ്പ് ചെയ്ത പുള്ളിയല്ലേ? അതെ. മംഗലശ്ശേരിയിൽ ഉണ്ടായിരുന്നു, ഇവന്റെ നീലന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നതാണ് വോൾട്ടി. ഒരു എൻട്രി എടുക്കാനുള്ള ട്രൈ സോൺ. ഇത് അണ്ണന്റെ സെർവറാണ്. നീയൊക്കെ അത് പറഞ്ഞു നീ അങ്ങനെ ആക്കല്ലേടാ. നീയൊക്കെ ഒന്നിച്ചില്ല വേടാ, അത് അങ്ങനെയല്ലടാ. ടിവിയെ കൊടുത്ത ബാൻ ആയതുകൊണ്ട് ടിവിയെ ഡിസൈഡ് ചെയ്താലേ അത് ലിഫ്റ്റ് ആവുള്ളൂ. ഇതിനി പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് വേറെ രീതിയിലാക്കരുത്. ഞാനുള്ളതുകൊണ്ടാണ് ഈസി ഇവിടെ ഗ്യാങ് ആയ. അങ്ങനല്ല. നീലൻ ഓൾസോ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ബാക്കിയുള്ള വണ്ടി നീല കുത്തിയിട്ടുണ്ട്. ഡെസ്ട്രോയിൻ ശ്രീവാസയിൽ വന്നിറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അവരുടെ എല്ലാ നമ്മുടെ ഡ്രാവസോണിനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നീലൻ ഇപ്പുറത്തോട്ട് ചാടിയിരിക്കുകയാണ്, ഓപ്പണിലോട്ട് ചാടിയിരിക്കുകയാണ്. KVP പ്ലസ് ജുഗ്രു അനങ്ങാൻ നിൽക്കുവന്നു. അവരുടെ ബാക്കിയുള്ള പ്ലേസിൽ ഈ ഒരു കോർണറിലാണ് കറന്റ് കുത്തിയിരിക്കുന്നത്. അവിടെ അവര് വട്ടത്തിൽ നിന്ന് അടിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്സി ഇറ്റാച്ചി അടിക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്ലേസ് നീൽ ആൻഡ് സ്റ്റീവ് ശ്രീലൻ എല്ലാരും ഇങ്ങോട്ട് ബൈക്കോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവര് ഇവിടെ അവിടെ പപ്പൂനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാരും മുകളിൽ നിന്ന് കഞ്ചാവ് സാധനം അലക്സിനെ
ഏബൽ അടുത്ത പിക്ക്, സ്റ്റീവ് അടുത്ത സ്റ്റീവ് ഓക്സിയെ കൊന്ന്. കൊന്നാ ഇവന്മാരുടെ ഓക്സിലൊക്കെ എന്തു ഡെസ്ട്രോ കളിച്ച് കേട്ടോ. ദേ ഇവിടെ 1v1 ഏബൽ വേഴ്സസ് വെടിയില്ല. ഓ ലെറ്റ്സ് ഗോ.